ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കൽ നേതൃത്വം നൽകുന്ന സ്നേഹദീപം ഭവന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ മനുഷ്യനന്മയുടെ യഥാർത്ഥ പ്രതീകമാണെന്ന് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA പറഞ്ഞു. സമൂഹത്തിലെ ഭവനരഹിതരായ ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന ഈ പദ്ധതി സംസ്ഥാനമൊട്ടാകെ മാതൃകയാക്കാവുന്നതാണെന്നും MLA പറഞ്ഞു. കിടങ്ങൂർ സ്നേഹദീപത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള സ്നേഹദീപം ഭവന പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന 55-56 വീടുകളുടെ താക്കോൽ സമർപ്പണം നിർവഹിക്കുകയായിരുന്നു മോൻസ് ജോസഫ് MLA. മനുഷ്യസ്നേഹികളായ ഒരുപാട് ആളുകളുടെ സഹായത്തോടുകൂടി ഇപ്പോൾ വളരെ വലിയ ഒരു മുന്നേറ്റമായി മാറിക്കഴിഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഇപ്പോൾ താക്കോൽദാനം നമ്മൾ നിർവഹിച്ച ഈ വീടുകളെല്ലാം 55-56 എണ്ണമാണ്. 55-ാമത്തെയും 56-ാമത്തേതുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. 57-ാമത്തെ വീടിന് താക്കോൽദാനം കിടങ്ങൂരിൽ നടത്താൻ പോവുകയാണ്. അപ്പോൾ ഇത് വലിയ ജീവകാരുണ്യ പ്രവർത്തനമായി, ഒരു വലിയ കർമ്മപരിപാടിയായി, മനുഷ്യസ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു മാതൃകയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്കും സന്തോഷമുണ്ട്. ഞാൻ ഈ പദ്ധതിയുടെ തുടക്കം മുതൽ കടുത്തുരുത്തി മണ്ഡലത്തിൽ ജോസ്മോൻ മുണ്ടയ്ക്കൽ ഇതിന് തുടക്കം കുറിച്ച സമയം മുതൽ ഈ പദ്ധതിയുമായി സഹകരിച്ചു നിൽക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, ഒരുപാട് മനുഷ്യർക്ക് ഇതിനോടകം ഇത് ഉപകാരപ്രദമായി തോന്നി. യോഗത്തിൽ കിടങ്ങൂർ സ്നേഹദീപം പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ മേഴ്സി ജോൺ അധ്യക്ഷയായിരുന്നു. 2 വീടുകളുടെയും നിർമ്മാണത്തിനുള്ള തുക സംഭാവന നൽകിയത് സോമൻ കൂട്ടൂരാണ്. നിർധന കുടുംബങ്ങൾക്ക് വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സ്നേഹദീപവുമായി സഹകരിച്ച് സഹായം നൽകിയ സോമൻ കൊട്ടൂരിനെ ചടങ്ങിൽ ആദരിച്ചു. എന്നെ സംബന്ധിച്ച് ഞാനൊരു വലിയ കുടുംബത്തിലെ വലിയ പണക്കാരനായിട്ടും അങ്ങനെ ജനിച്ച ആളല്ല. എൻ്റെ കഠിനാധ്വാനം കൊണ്ട്, ദൈവാനുഗ്രഹം കൊണ്ട് അമേരിക്കയ്ക്ക് പോകുവാനും അവിടെ ബിസിനസ് നടത്തുവാനും അതിൽ വളരെ നല്ല രീതിയിൽ വിജയം വരിക്കുവാനും സാധിച്ചൊരു വ്യക്തിയാണ്. അതേസമയം തന്നെ ഇവിടെ ബിസിനസ് നടത്തി പൊട്ടിപ്പോയ ഒരാളുമാണ്. അതുകൊണ്ട് 2 വശങ്ങളും ഒരേ രീതിയിൽ കാണാനും ദൈവത്തിനോട് പ്രത്യേകം നന്ദി പറയുവാനുമാണ് ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ, എൻ്റെ ശിഷ്ടകാലത്തുള്ള സമ്പാദ്യങ്ങളും മറ്റും മറ്റുള്ളവർക്കായിട്ട് സമർപ്പിക്കുന്നത്. അത് പേരിനോ പെരുമയ്ക്കോ മൈലേജ് കിട്ടാനോ ഒന്നുമല്ല. ഇപ്പോഴും ഞാൻ ജോസ്മോനുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൃത്യനിഷ്ഠയും കാര്യങ്ങൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും എല്ലാം രൂപണ വ്യത്യാസമില്ലാതെ കണക്കുകൾ സമർപ്പിക്കുകയും എല്ലാം ചെയ്ത് വളരെ ഇമ്പ്രസീവായിരുന്നു. ഇപ്പോൾ ഒരുപക്ഷെ അമേരിക്കയ്ക്ക് പോകാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ ഞാനും പലരെ പോലെ ഇവിടെ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഓഫീസിലോ ഒരു സ്കൂളിലോ അധ്യാപകനായിട്ടോ ഒക്കെ അങ്ങ് പോയേനെ. അതൊരു വലിയ ദൈവാനുഗ്രഹമാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ നന്മകൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യും. അത് നമ്മുടെ ഒരു ഡ്യൂട്ടി കൂടിയാണ്. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ജോസ്മോൻ മുണ്ടയ്ക്കൽ, ഗ്രേസി കരിമ്പന്നൂർ, പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്ജി പാലക്കലോടി, അയർക്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത രാധാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസമ്മ ബേബി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജി നാഗമറ്റം, പഞ്ചായത്ത് മെമ്പർ ലാൽസി പി മാത്യു, സ്നേഹദീപം സൊസൈറ്റി ഭാരവാഹികളായ ഗിരീഷ് കുമാർ ഇലവങ്കൽ, M ദിലീപ് കുമാർ തെക്കുംചേരിൽ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മളിയേക്കൽ, JC തറയിൽ, ജോസ് പൂവേലിൽ, ജോസ് കളപ്പുരയ്ക്കൽ എന്നിവർ പ്രസംഗിച്ചു.